ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ഐസ്ക്രീമാണ്, സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ്, ഒരു ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഐസ്ക്രീം ഉണ്ടാക്കാനാണെങ്കിൽ വളരെയധികം എളുപ്പമാണ്. നമ്മൾ ബീറ്ററൊന്നും ഇല്ലാതെ മിക്സിയിലാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഇരുന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഇപ്പോൾ പാല് ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ആയിട്ടുമില്ല, പാലും അല്ല, അതിൻ്റെ ആ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരുവാണ്. അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒരേ സമയം തന്നെ ചെയ്യാം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ഒന്ന് കാണിച്ചതിന് ശേഷം അടുത്തത് കാണിക്കുന്നത്. ഒരുമിച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, തീ വളരെ കുറച്ചിട്ട് സിമ്മിലിട്ടിട്ട് വേണം വെക്കാനായിട്ട്. അങ്ങനെ വെച്ചിരുന്നാൽ മതി, ഇടയ്ക്കൊന്ന് മാത്രം ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ സൈഡിലൊക്കെ ആദ്യം കളർ മാറി വരും, അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളറൊന്നും ആവണ്ട, ചെറുതായിട്ട് ആ ഒരു ഗോൾഡൻ കളർ വന്നാൽ മതി. അതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം തണുത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ കൂടെ കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പം ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് അങ്ങ് വന്നോളൂ. അതിപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറ്റിച്ച് വെച്ച പാലില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ചിലർക്ക് മാത്രം 1-2 പേര് മാത്രം ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് പാല് പിരിഞ്ഞു പോയിന്ന്. അപ്പം അങ്ങനെ പിരിഞ്ഞു പോകുന്ന പ്രശ്നമുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഓഫാക്കിയതിന് ശേഷം ഒഴിച്ചാലും മതി. ഇതിപ്പം തിളപ്പിച്ചാലും പ്രശ്നമൊന്നുമില്ല, പിരിഞ്ഞൊന്നും പോവാറില്ല. പക്ഷെ ചിലർക്ക് എന്താണെന്നറിയില്ല, ചിലപ്പോൾ പാലിൻ്റെയോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും പിരിഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ഓഫാക്കിയതിന് ശേഷം പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 തരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്, ബ്രൂ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 5 രൂപയുടെയും 2 രൂപയുടെയും ഒക്കെ പാക്കറ്റ് ഉണ്ടാവുമല്ലോ, ബ്രൂവിൻ്റെയും ബൂസ്റ്റിൻ്റെയും ഒക്കെ, അത് വാങ്ങിച്ചെടുത്താലും മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബ്രൂവും ബൂസ്റ്റും ഒക്കെ ഒന്ന് ആ ചൂടോട് കൂടി തന്നെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇൻ കേസ് കട്ട പോലെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിക്കോളും. ഇതപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ, നന്നായിട്ട് തണുക്കട്ടെ. ഇനി നമുക്ക് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി മിക്സിയിലെ ജാറ് ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് അടിച്ചാലും മതി. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിക്സി കാണിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിക്കാം. ഒരു 20 സെക്കൻഡൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഒന്ന് തിക്കായിട്ട് വരും. ഈ ഒരു തിക്നെസ് ഉണ്ട്. ഇതുപോലെ ഒന്നുകൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 20 സെക്കൻഡ് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലാക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. ഇതപ്പം നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കായിട്ടില്ല, എന്നാൽ തീരെ ലൂസും അല്ല. ഒരുപാട് തിക്കായി പോകരുത് കേട്ടോ. ഞാൻ മുമ്പത്തെ ഐസ്ക്രീമിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേക്കിന് വിപ്പ് ചെയ്യുന്ന പോലെ സ്റ്റിഫ് പീക്കാക്കി എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അത് പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് അടിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്നും മിക്സ് ആയിട്ടുണ്ടാവില്ല. ആ കളർ വൈറ്റ് കളർ ഉണ്ടാവും ക്രീമിൻ്റെ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കാം. ചിലർക്ക് പ്രസ് ബട്ടൺ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർക്ക് ആ ഒരു നോബ് ലെഫ്റ്റിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു പൾസ് ബട്ടൺ പോലെ വർക്ക് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ലോയിലിട്ടൊന്ന് അടിച്ച് ഓഫാക്കിയാൽ മതി. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഐസ്ക്രീം ഒക്കെ വെക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ഒഴിക്കുന്നത്. ഞാൻ എപ്പോഴും ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കാറ്. ഈ ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇതിൽ കൊള്ളും. അത് നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ചില ഫ്രിഡ്ജിലൊക്കെ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ വീഴും. അങ്ങനെയുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അങ്ങനെ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വെക്കണേ. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം.
അപ്പം 1 മണിക്കൂറൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 4-5 അണ്ടിപ്പരിപ്പ് കാഷ്യൂ നട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി. അപ്പോൾ അത് ക്രഷ് ചെയ്തിട്ടുണ്ട്, പൊടിഞ്ഞു പോയിട്ടേ ഇല്ല. ഒരു കാഷ്യൂ നട്ട് ഒരു 4-5 പീസായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ മതി, ഒരുപാട് ചെറുതായി പോകണ്ട. നമ്മളിത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൽ ചെയ്ത പോലെ കാരമലൈസ് ചെയ്യുന്നൊന്നുമില്ല, ഇത് ആസ് സച്ച് ഇങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും കേട്ടോ. ആ വെള്ളം പോലുള്ള ഒരു കൺസിസ്റ്റൻസി മാറി തിക്കായിട്ടില്ല, എന്നാൽ നമുക്ക് ഇളക്കാനൊക്കെ ഒരു പരുവത്തിന് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ഒരുപോലെ തന്നെ കിടക്കട്ടെ. ആദ്യമേ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇടുകയാണെങ്കിൽ അത് അടിയിലൊക്കെ പോയി കിടക്കും. ഈ ഒരു കൺസിസ്റ്റൻസി ആയതിനു ശേഷം ഇട്ടാൽ മതി. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഒരേപോലെ തന്നെ കിടന്നോളും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചോക്ലേറ്റിൻ്റെ സിറപ്പാണ്. ഹെർഷീസിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി, ഓപ്ഷനിലാണ് കേട്ടോ. ഒഴിച്ചിട്ടില്ലേലും ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ട് ചോക്ലേറ്റും കൊണ്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് ഇളക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. കാണാൻ ഒരു ഭംഗിക്ക്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കണമെന്നൊന്നുമില്ല. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. ഒരുപാടാവണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രം മതി. ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണേ. ചിലർക്ക് ഫ്രീസറിൽ കട്ടിയാവുന്നില്ല എന്ന് പറയുന്നിട്ട് ഫ്രീസറിൻ്റെ തണുപ്പ് കുറവാണെങ്കിൽ കട്ടിയാവില്ല കേട്ടോ. അപ്പോൾ ഫ്രീസറിന് നല്ല തണുപ്പുണ്ടായിരിക്കണം. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ച് എടുത്ത ഐസ്ക്രീമാണ്. അടിപൊളി ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം. നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല തണുപ്പാണ് കേട്ടോ. കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിതിപ്പം ഉടനെ തന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ എടുക്കുന്നത്. അടുത്ത ഒരു സ്കൂപ്പും കൂടെ എടുക്കുകയാണ്. അതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടോ, ഐസ്ക്രീമിൻ്റെ കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചർ തന്നെയല്ലേ, ടേസ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പം ഒരു സ്കൂപ്പും കൂടെ ഇരിക്കട്ടെ. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ മാത്രം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിക്കുകയേ വേണ്ട. ഇത് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാതിരിക്കുകയും വേണ്ട. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് സൂപ്പർബാണ്. അപ്പോൾ ഇതായ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് കുറച്ചൊന്ന് മെൽറ്റായിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. എന്താ പറയുക, പെർഫെക്റ്റ് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമാണ്. ശരിക്കും ആ ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ ടേസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ ചെറുതായിട്ട് നട്ട്സ് കടിക്കാൻ കിട്ടുന്നുണ്ട്. ക്രഞ്ചിനെസ് അല്ല, നട്ട്സ് തന്നെയാണ് കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ബൂസ്റ്റിൻ്റെയും ആ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെയും കൂടി ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ കോമ്പിനേഷനാണ്. നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലും ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. അതേപോലെ തന്നെയാണ് ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമും. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു ടെക്സ്ചറൊക്കെ ആണെങ്കിലും കറക്റ്റ് ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.